നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു പ്രത്യേക ജീവിയുടെ വാല് 12 കൊല്ലവും കുഴലിലിട്ടാലും നേരെ ആവില്ല എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രവൃത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് MP ആയ മെഹുവ മൊയ്ത്രയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചീത്ത പറയലാണ് ഇവരുടെ പ്രധാന പണി. മോദിയാകട്ടെ ഇങ്ങനെ ഒരാൾ അവിടെ നിന്നും എന്തെങ്കിലും പറയുന്നു എന്ന് തന്നെ ചെവി കൊടുക്കാറേയില്ല. എന്നാൽ സന്യാസി തുല്യനായ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ അല്ല നാട്ടിലെ സാധാരണക്കാർ എന്ന് മെഹുവ മൊയ്ത്ര ഒരല്പം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ഒടുവിലായി വനിതാ കമ്മീഷൻ രേഖ ശർമ്മയെ കയറി ചൊറിയാൻ പോയിരിക്കുകയാണ് മെഹുവ മൊയ്ത്ര. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രത്യേകതരം ജീവിയെ ഓർമ്മ വരുന്നത്. എന്നാൽ ഇത്തവണ മെഹുവ മൊയ്ത്രയ്ക്ക് കണക്കിന് കിട്ടുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നതും. തനിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിന് മെഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ് കൊടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് വിശ്വാസികൾ മരിച്ച സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന വനിതാ കമ്മീഷനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് 8ന്റെ പണി മൊയ്ത്രയ്ക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ഹത്രാസ് സന്ദർശിക്കുന്ന രേഖ ശർമ്മയുടെ വീഡിയോയ്ക്ക് താഴെ സമൂഹ മാധ്യമത്തിലിട്ട കമന്റാണ് മെഹുവ മൊയ്ത്രയ്ക്ക് ഇപ്പോൾ വിനയായിരിക്കുന്നത്. മെഹുവയ്ക്കെതിരെ കേസെടുത്ത് നടപടികളെക്കുറിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ വനിതാ കമ്മീഷൻ ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹത്രാസിലെത്തിയ രേഖ ശർമ്മയ്ക്ക് മറ്റൊരാൾ കുട പിടിച്ചു കൊടുക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്തുകൊണ്ട് രേഖ ശർമ്മയ്ക്ക് കൂടെ സ്വയം ചൂടിക്കൂടാ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റിലാണ് മെഹുവ കമന്റ് ചെയ്തിരിക്കുന്നത്. തന്റെ ബോസിന്റെ പൈജാമ താങ്ങുന്ന തിരക്കിലാണ് രേഖ ശർമ്മ എന്നായിരുന്നു മെഹുവയുടെ കമന്റ്. ഇതിനെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. നാണം കെട്ടതും മര്യാദയില്ലാത്തതുമായ കമന്റ് എന്നാണ് BJP ഇതിനെതിരെ പ്രതികരിച്ചത്. അതേസമയം മറ്റൊരവസരത്തിൽ മെഹുവ മൊയ്ത്രയ്ക്ക് വേറൊരാൾ കുട പിടിച്ചു കൊടുക്കുന്ന ചിത്രവും BJP വക്താവ് ഷെഹ്സാദ് പുനാവാല പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം കേസെടുക്കാൻ തീരുമാനിച്ച ഡൽഹി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മെഹുവ മൊയ്ത്ര രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്, കാണിച്ചു തരാം എന്നൊക്കെയാണ് മൊയ്ത്ര വിളിച്ചു കൂവുന്നത്. നേരത്തെ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിന് പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ചിത്രമാണ് മെഹുവ മൊയ്ത്രയ്ക്കുള്ളത്. പാർലമെന്റ് ലോഗിൻ ID മറ്റൊരാൾക്ക് കൊടുക്കുകയും അയാൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ സഭയിൽ ചോദിക്കുകയും ചെയ്തതിനാണ് മൊയ്ത്രയെ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി കഴിഞ്ഞ തവണ പുറത്താക്കിയത്. എന്നാൽ അതുകൊണ്ടൊന്നും മൊയ്ത്ര ഒന്നും പഠിച്ചില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നതും.